നിങ്ങൾ നോക്കൂ, പലപ്പോഴും കുടുംബത്തിലെ തർക്കങ്ങൾ എന്തിലായിരിക്കും? ചില സ്ഥിരം വിഷയങ്ങളിലായിരിക്കും. ചില സ്ഥിരം വിഷയങ്ങളിലാണ് തർക്കിക്കുക. ഒരു ഫാൻ നേരാക്കുണ്ടാവും, ചിലപ്പോൾ മൂപ്പര് ഒരു ഇലക്ട്രീഷ്യൻ തന്നെയായിരിക്കും, എന്നാലോ ഫാൻ ഇങ്ങനെ ഇറങ്ങുണ്ടാവും. എനിക്കറിഞ്ഞൊരു വീടുണ്ട്, ആ ടക്കാറിന് ഇങ്ങനെ അടിക്കുക, മൂപ്പരെ നേരായി കൊടുക്കൂല. അല്ലെങ്കിൽ ഒരു ബക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ അടിവസ്ത്രമൊക്കെ കൊണ്ടുവന്ന് ഇന്ന് മുന്നിൽ തന്നെ തോരിടും വീടിന്റെ. അതിനെ പറ്റിയായിരിക്കും ഭർത്താവ് പറഞ്ഞത്. പിന്നെ എവിടെ ഇത് തോരിടാ എന്ന് ചോദിക്കുള്ളൂ. മൂപ്പര അയലൊന്നും മാറ്റി കെട്ടിക്കൊടുക്കൂല, അല്ലെങ്കിൽ ഭാര്യ ഒന്നും എടുത്ത് കെട്ടൂല. വെറുതെ നിങ്ങൾ പരിശോധിച്ചോളി, അടി മിക്കവാറും ഇങ്ങനത്തെ ചില പോയിന്റുകളിലായിരിക്കും. അതിന്റെ പേരിൽ നഷ്ടപ്പെടുന്നത് മക്കളെയാണ്. മക്കൾ വേഗം പ്രേമത്തിനും സ്നേഹത്തിനും ഇജാതി പരിപാടിക്കൊക്കെ പോകും, ലഹരിക്കും ബാക്കിലേക്കൊക്കെ പോകും. രണ്ടാളുടെയും ഈഗോ ഫാക്ടർ വെച്ചിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് ദ്രോഹിക്കും ചില ആളുകൾ. പഴയ കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും എടുത്തു പറയും. അതൊക്കെ സുൽഹാക്കിയതായിരിക്കും. മുത്ത് റസൂലുള്ളാഹ് സ്വന്തം ഭാര്യക്കെതിരിൽ വ്യഭിചാരോപണം ഉന്നയിച്ച, അതിന് നേതൃത്വം കൊടുത്ത അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂലിന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ പോകാൻ മാത്രം വിശാലത കാണിച്ചിട്ടുണ്ട്. ഒരു വട്ടം മയ്യിത്ത് നിസ്കരിക്കുന്നതിന് പകരം 70 വട്ടം മയ്യിത്ത് നിസ്കരിച്ചാൽ ഞാൻ പുറത്തു കൊടുക്കുന്ന വിശാലത കാണിച്ച ആ പ്രവാചകന്റെ അനുയായികളാണ് ഭാര്യയായിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഉമ്മയായിട്ട് ഉപ്പയായിട്ട് അയൽക്കാരനായിട്ട് പിണക്കത്തിൽ നിന്നിട്ട് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ബാങ്ക് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ചൊല്ലുന്നത്, അത്തഹിയ്യാത്തിൽ ചൊല്ലുന്നത്. ആലോചിക്കണം നമ്മൾ ഓരോരുത്തരും എന്നാണ് ഈ സമയത്ത് എനിക്ക് എല്ലാവരും ഉണർത്താനുള്ളത്.